അപ്പോൾ ഇനി ഒന്നൊന്നായി എൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം കവറിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ടാവും. ആക്ച്വലി ഇത് വാങ്ങിച്ച ശേഷം 3-4 കൊല്ലമായി. പക്ഷേ ഞാൻ GoPro വാങ്ങിയതിന് ശേഷം ഇത് അത്ര യൂസ് ചെയ്തിട്ടില്ല. GoPro കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറയാണ് Sony ZV1. ഇതൊരു വ്ളോഗിങ് ക്യാമറയാണ്. ഇതും ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 2-3 കൊല്ലമായി. ഹലോ ഗൈസ്, എല്ലാവർക്കും അവർ ഡെയിലി ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ബാംഗ്ലൂരിലാണ്. ഇന്നലെ രാത്രി കൂർഗിൽ നിന്ന് എത്തിയതേ ഉള്ളൂ. രാത്രി ഏകദേശം 3 മണിയായി കൂർഗിൽ നിന്ന് എത്താനായിട്ട്. ഒരു വണ്ടർഫുൾ റൈഡായിരുന്നു കൂർഗ്. അതുപോലെ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഞങ്ങൾ പോയി. 2 ഡിഫറെൻറ്റ് റിസോർട്ടിൽ നിന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോസ് എല്ലാം കാണണം. കണ്ടതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം. അത് കണ്ടാൽ മാത്രമേ എനിക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട്, വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടെന്ന്. ആൻഡ് ഫോർ ഷ്യൂർ ഐ വിൽ ബി വർക്കിംഗ് ഓൺ ദോസ്. ഇതെൻ്റെ 2ാമത്തെ വ്ളോഗാണ്. ഈ വ്ളോഗിൽ എനിക്ക് ആക്ച്വലി നിർബന്ധമായിരുന്നു ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറകളെ കുറിച്ചും ഗാഡ്ജറ്റ്സിനെ കുറിച്ചും നിങ്ങളോട് പറഞ്ഞതെന്ന്. കാരണം അത് അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ എൻ്റെ വീഡിയോ ക്വാളിറ്റീസ്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോയുടെ ക്വാളിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയായിരിക്കും എന്ന്. സോ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഗാഡ്ജറ്റ്സിനെ കുറിച്ചായിരിക്കും. അതാണ് 10 ഡേയ്സിന് ശേഷം ഈ വീഡിയോ വരാൻ കാരണം. ഇതെല്ലാം ഞാൻ വ്ളോഗിങ്ങിനായിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. അത് അലക്സയാണ്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇനി വരുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ വ്ളോഗിങ്ങിനായിട്ട് വാങ്ങിച്ച സാധനങ്ങളാണ്. കുറച്ച് പേർക്കെല്ലാം അറിയായിരിക്കും അവർ ഡെയിലി ഡയറീസിന് മലയാളം ചാനൽ മാത്രമല്ല, ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അപ്പോൾ 2 ചാനലിലും വീഡിയോസ് വരാറുണ്ട്. ഇത് സിയോൻ്റെ ഒരു ഗിംബിളാണ്. ഈ ഗിംബിൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മൊബൈലിലൊക്കെ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും സ്റ്റെബിലൈസേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് SJCAM. ഇതാണ് എൻ്റെ ഫസ്റ്റ് ക്യാമറ. ഇത് ഓൾമോസ്റ്റ് ലൈക്ക് 2 കൊല്ലം മുമ്പ് വാങ്ങിച്ചാണ്. ഇപ്പോൾ എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നില്ല. ഇടയ്ക്ക് മോട്ടോ വ്ളോഗിങ് ചെയ്യുമ്പോഴത്തേക്കും ഹാൻഡിൽ ബാറിൽ നിന്ന് കുറച്ച് വിഷ്വൽസ് എടുക്കാൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ 2 മൈക്ക് സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഐഫോണിലാണ് ഞാൻ ഫോട്ടോസ് എടുക്കാറ്, ആൻഡ്രോയിഡ് ഫോണിലാണ് തമ്പനെയിൽ ഉണ്ടാക്കാറ്. പിന്നെ ഇത് ലാപ്ടോപ്പ്. ഈ ലാപ്ടോപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത്, തിങ്ക് പാഡിൻ്റെ. അതുകൂടാതെ വേറൊരു ക്യാമറയുണ്ട്. പിന്നെ ഇതാണ് SJCAM, അതിൻ്റെ ചാർജർ, ആക്സസറീസ് ഇതെല്ലാം ഉണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ഹാർഡ് ഡിസ്ക്. ഇതൊരു 1 TB ഹാർഡ് ഡിസ്ക്കാണ്. അപ്പോൾ ഇതിലായിരിക്കും എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്ത് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുന്നത് GoPro 9ലാണ്. ഇതായിരിക്കും എൻ്റെ മെയിൻ ക്യാമറ. കാരണം ഇതാണ് യൂസ് ചെയ്യാൻ ഏറ്റവും എളുപ്പം. സൗണ്ട് ക്ലാരിറ്റിയും മൈക്കൊന്നും ഫിക്സ് ചെയ്യേണ്ട കാര്യമില്ല. GoProയിലെല്ലാം പ്രോപ്പറായിട്ട് കിട്ടും. ഇത് GoProയുടെ അഡ്വർടൈസ്മെൻ്റ് അല്ല. എന്നാലും ബാക്കിയുള്ള ക്യാമറസ് എല്ലാം കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി. അപ്പോൾ ഇനി ഒന്നൊന്നായി എൻ്റെ ഗാഡ്ജറ്റ്സ് എല്ലാം കവറിൽ നിന്ന് എടുത്ത് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ ഉണ്ടാവും. ഇതാണ് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ക്യാമറ, SJCAM SJ8Pro. ഇത് അത്ര എക്സ്റ്റെൻസീവായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഇതിൻ്റെ ക്വാളിറ്റി, ഓഡിയോ ക്വാളിറ്റിയും പിന്നെ വിഷ്വൽ ക്വാളിറ്റിയും അത്ര കിടിലമായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാലും ഇതൊരു ബാക്കപ്പ് ക്യാമറയായിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇപ്പോഴും, എസ്പെഷ്യലി മോട്ടോ വ്ളോഗിങ് ചെയ്യുമ്പോഴത്തേക്കും. ഞാൻ നേരത്തെ പറഞ്ഞു ഹാൻഡിൽ വെച്ച് കുറച്ച് വിഷ്വൽസ് എടുക്കാനായിട്ട് ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട്. അതുമല്ല, ഇതിൻ്റെ വേറൊരു മെയിൻ പ്രോബ്ലമാണ് ഇതിൻ്റെ ബാറ്ററി. ഇതിൻ്റെ ബാറ്ററി ആക്ച്വലി കിട്ടാനില്ലായിരുന്നു. പിന്നെ ഞാൻ തപ്പി പിടിച്ചൊരു എക്സ്ട്രാ ബാറ്ററി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അത് ചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോക്കറ്റ്. ഓക്കെ, അതിനു മുമ്പ് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കട്ടെ ഇപ്പോഴും വർക്ക് ആവുന്നുണ്ടോന്ന്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും വാട്ടർ പ്രൂഫിങ് കേസാണെന്നൊക്കെ. മോട്ടോ വ്ളോഗിങ് ചെയ്യാനായിട്ട് സൈഡിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ എൻ്റെ മൈക്ക് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. ആക്ച്വലി ഇതിൻ്റെ ബാറ്ററി കിട്ടാൻ വലിയ പാടായിരുന്നു. ഒരു ബാറ്ററി മാത്രമേ ഇനിഷ്യലി വാങ്ങിച്ചപ്പോൾ കിട്ടിയുള്ളൂ. പിന്നെ ഒരു സ്പെയർ ബാറ്ററി കേട്ട് ഞാൻ ഒത്തിരി കടലിൽ നോക്കേണ്ടി വന്നു. പിന്നെ ഓൺലൈനിൽ eBay വഴിയാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ വോയിസ് ക്ലാരിറ്റി അത്ര നല്ലതല്ല. സോ GoPro കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതിപ്പോൾ ഞാനൊരു സ്റ്റെപ്നി ക്യാമറയായിട്ട് ഉപയോഗിക്കാറ്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ റൈഡിനൊക്കെ പോകുമ്പോഴത്തേക്കും ഒരു ഫ്രണ്ട് വിഷ്വൽ കിട്ടാനായിട്ട് ഹാൻഡിൽ ബാറിൽ വെക്കാറുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ചാർജിങ് അഡാപ്റ്റർ ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ചായിരുന്നു. കാരണം 2 ബാറ്ററി ഒരുമിച്ച് ചാർജ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിന് പിന്നെ ഡിഫറെൻറ്റ് കണക്റ്റേഴ്സ് ഉണ്ട്. USB ഉണ്ട്, Type C ഉണ്ട്. അത് ഡയറക്റ്റ്ലി ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ പവർ ബാങ്കിലോ കൊടുത്ത് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാം. ഇതാണ് ആക്ച്വലി വാങ്ങിച്ചപ്പോൾ കിട്ടിയ ബോക്സ്. ഇതിനകത്ത് ആക്ച്വലി ഒത്തിരി ആക്സസറീസ് ഉണ്ട്. ഹെൽമെറ്റ് മൗണ്ട്, ബൈക്ക് മൗണ്ടിനായിട്ടൊക്കെ ഉപയോഗിക്കാനായിട്ട്. ഓക്കെ, ഇത് തുറക്കാൻ തന്നെ കുറച്ച് ടൈറ്റ്. ഓക്കെ, ഇതൊക്കെ ഹെൽമെറ്റ് മൗണ്ട്, USB വയർ, ഇതെല്ലാം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇനിഷ്യലി ആരെങ്കിലും വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ SJCAMൻ്റെ വിഷ്വൽസ് നല്ലതാണ്. പിന്നെ മൊബൈൽ വഴി ഹെഡ്ഫോൺ യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ക്യാമറയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് സിയോൻ്റെ ഗിംബൽ.
ആക്ച്വലി ഇത് വാങ്ങിച്ചതിന് ശേഷം 3-4 കൊല്ലമായി. പക്ഷേ ഞാൻ GoPro വാങ്ങിയതിന് ശേഷം ഇത് അത്ര യൂസ് ചെയ്തിട്ടില്ല. നല്ലതാണ്, നല്ല സ്റ്റെബിലൈസേഷൻ കിട്ടും ഇതിൽ. പിന്നെ GoProയിൽ ഓൾറെഡി സ്റ്റെബിലൈസേഷൻ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ മൊബൈലിൽ വല്ലപ്പോഴും ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ അത് എടുക്കാറുള്ളൂ. പിന്നെ അതിൻ്റെ തന്നെ സെപ്പറേറ്റ് സ്റ്റാൻഡൊക്കെ ഉണ്ട്. USB കേബിൾ തുറന്നിട്ടില്ല. ഇതിൻ്റെ പാക്കിങ് വളരെ നല്ലതാണ്. ആക്ച്വലി പ്രോപ്പറായിട്ട് നമുക്ക് എവിടെയെങ്കിലും ക്യാരി ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി ഞാൻ 3 കൊല്ലത്തിന് മുമ്പ് വാങ്ങിച്ചപ്പോൾ അറൗണ്ട് 12,000 ആയിരുന്നു. ആമസോണിൽ ഒരു ഓഫറിൽ കിട്ടിയതാണിത്. ഇതാണ് ഞാൻ ബേസിക്കലി ബാക്ക്ഗ്രൗണ്ട് വോയിസിന് ഉപയോഗിക്കുന്ന മൈക്ക്. ഇത് ബോയോയുടെ MM1 എന്ന മൈക്കാണ്. സോ റിസോർട്ട് റിവ്യൂസൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ചിലപ്പോഴൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വോയിസിനായിട്ട് ഉപയോഗിക്കുന്ന മൈക്കാണിത്. അതുകൂടാതെ ഒരു നോർമൽ മൈക്കും ഉണ്ട്. ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചതാണ് ഹിന്ദി ചാനൽ തുടങ്ങിയപ്പോഴത്തേക്കും. ഇപ്പോൾ അത് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യാറില്ല GoPro വന്നതിന് ശേഷം. GoPro കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ക്യാമറയാണ് Sony ZV1. ഇതൊരു വ്ളോഗിങ് ക്യാമറയാണ്. ഇതും ഞാൻ വാങ്ങിച്ചിട്ട് ഒരു 2-3 കൊല്ലമായി. ഇതിൻ്റെ യൂസ് ആക്ച്വലി നല്ലതാണ്. ബട്ട് കമ്പയർഡ് ടു GoPro കുറച്ച് ഹാൻഡിൽ ചെയ്യാൻ പ്രശ്നമാണ്. എസ്പെഷ്യലി ഔട്ട്ഡോറൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ഡസ്റ്റൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ക്ലീൻ ചെയ്യാനും ലെൻസ് ക്ലീൻ ചെയ്യാനും ഒക്കെ വലിയ പാടാണ്. സോ മെയിൻലി ഞാനിത് യൂസ് ചെയ്യുന്നത് റിസോർട്ടിൻ്റെ അകത്തും അല്ലെങ്കിൽ ഹോട്ടലിനകത്തും അല്ലെങ്കിൽ ഇൻഡോർ വീട്ടിനകത്ത് ഷൂട്ട് ചെയ്യാനായിട്ടായിരിക്കും. പിന്നെ ഇത് വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ വേറൊരു ഗിംബിളും കിട്ടി. ഇതിൽ തന്നെ കണക്ട് ചെയ്ത് ക്യാമറ കണക്ട് ചെയ്ത് ആക്ച്വലി ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിൽ. ഇത് നല്ലൊരു ഫീച്ചറാണ്. ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടില്ല. എപ്പോൾ GoPro വാങ്ങിച്ചതിന് ശേഷം GoProയാണ് എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂസർ ഫ്രണ്ട്ലിയാണ് GoPro. അപ്പോൾ ഞാൻ ഒത്തിരി തവണ പറഞ്ഞു ഞാൻ GoPro ആയിരിക്കും എക്സ്റ്റെൻസീവ്ലി യൂസ് ചെയ്യണത്. എൻ്റെ GoPro Hero 9 ആണ്. Hero 10 വന്നു, പക്ഷേ 9 ആണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണ് 9. സോ ഇനി കുറച്ച് നല്ല വ്ളോഗൊക്കെ ചെയ്ത് യൂസ് ചെയ്തിട്ട് GoPro 9 ചേഞ്ച് ചെയ്ത് 10 എടുക്കാം. സോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് Movavi. അതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആപ്ലിക്കേഷനാണ്. അറൗണ്ട് 3,000 റുപ്പീസിന് ഇയർലി സബ്സ്ക്രിപ്ഷൻ കിട്ടും. അപ്പോൾ ആദ്യമായിട്ട് വ്ളോഗിങ് ചെയ്യാൻ തുടങ്ങുന്നവർ ഈ ഒരു ആപ്പ് യൂസ് ചെയ്താൽ എളുപ്പമായിരിക്കും വ്ളോഗിങ്. അതുപോലെ സിമ്പിൾ സ്റ്റെപ്സാണ് വ്ളോഗിങ്ങിൻ്റെ എഡിറ്റിംഗ് ചെയ്യാനായിട്ട്. സോ ഈ ഗാഡ്ജറ്റ്സ് എല്ലാം കൂടാതെ ഞാൻ MIയുടെ പവർ ബാങ്ക് യൂസ് ചെയ്യാറുണ്ട്. MIയുടെ 20,000 mAhൻ്റെ പവർ ബാങ്ക്. കാരണം ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ പവർ ബാങ്കിൻ്റെ ആവശ്യമുണ്ട് ക്യാമറയൊക്കെ ചാർജ് ചെയ്യാനായിട്ട്. പിന്നെ സിൻസ് എൻ്റെ വണ്ടി KTM 390 അഡ്വഞ്ചറാണ്, ആ വണ്ടിയിൽ തന്നെ പവർ ചാർജ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സോ അതിലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വയർ കണക്ട് ചെയ്ത് പ്ലഗ് കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാറുണ്ട് ക്യാമറാസും ഡിവൈസും എല്ലാം. സോ ഇതെല്ലാം കൂടാതെ ഞാൻ സാംസങ്ങിൻ്റെ Note 20 അൾട്രയിലും കുറച്ച് വീഡിയോസ് എടുക്കാറുണ്ട്. കാരണം ചിലപ്പോഴൊക്കെ GoPro എടുത്ത് വ്ളോഗ് ചെയ്യാണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ക്യാമറ ആയിരിക്കും കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി. സോ ആ സിറ്റുവേഷനിലെല്ലാം ഞാൻ സാംസങ്ങിൻ്റെ Note 20 അൾട്രയാണ് യൂസ് ചെയ്യാറ്. അതിൻ്റെ വിഷ്വൽസും വളരെ നല്ലതാണ്, സ്റ്റെബിലൈസേഷൻ വളരെ സൂപ്പറാണ്. സോ ഇനിയുള്ള വീഡിയോസിലെല്ലാം ഞാൻ സാംസങ്ങും GoProയും ഈ എക്യുപ്മെൻറ്റ്സും എല്ലാം യൂസ് ചെയ്തായിരിക്കും വീഡിയോ എടുക്കുന്നത്. സോ ഹോപ്പ്ഫുള്ളി ദ വീഡിയോസ് വിൽ കം ഗുഡ്. എൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. ആ വീഡിയോ ഞാൻ Sony ZV1 എടുത്തത്. സോ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ക്ലാരിറ്റി എങ്ങനെയാണ്, അതിൻ്റെ വോയിസ് ക്വാളിറ്റി എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതുപോലെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അഭിപ്രായം പറയണം. കാരണം മലയാളത്തിലെ ഫസ്റ്റ് വീഡിയോ ആണ്, ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോ ആണ്. സോ കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായം പറയണം. അപ്പോൾ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ക്ലിക്ക് ഓൺ ദ ലൈക്ക് ബട്ടൺ ആൻഡ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് പ്ലീസ് ഡു ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. Thank you so much for watching. Stay tuned for the Coorg videos. ഒത്തിരി നല്ല Coorgന്റെ വീഡിയോസ് ആൻഡ് വിഷ്വൽസ് വരാൻ പോവാണ്. സോ stay tuned for that. Don't miss it. अभी तक नहीं आता था वो। हाँ वो कुछ आ रहा है। क्योंकि वो गया जा रहा है ना, मार देता है करके। वो बहुत अच्छी है वो। अच्छी है। नहीं चला ले रहा। कितने देर है दोनों को?